നമസ്കാരം. സ്പെയിനും അർജന്റീനയും ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടുകയാണ്. അവസാനത്തെ ആലോചനകളാണ് നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് വിചാരിച്ച് വന്നത്. കളി ആരംഭിക്കും വരെ മാത്രം ആയുസുള്ള വിചാരങ്ങൾ. നാളെയോടെ ഈ കളിയാട്ടം ഇവിടെ അവസാനിക്കുമല്ലോ. നമ്മളൊക്കെ ഒരു ഇടങ്ങേറുണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് പോവുക. കുറേ നാളായില്ലേ ഈ ആഘോഷത്തിൽ. ഇനി 4 കൊല്ലം കഴിഞ്ഞല്ലേ വരുള്ളൂ. പണ്ട് വടക്കൻ കേരളത്തിൽ ഈ പൂരക്കാലം കഴിയുന്ന സമയത്ത് പൂരംകുള്ളിയുടെ അന്ന് വൈകിട്ട് കാമനെ പറഞ്ഞേക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇനിയത്തെ കൊല്ലവും വരണേക്കാമ, നേരത്തെ കാലത്തെ വരണേക്കാമ എന്നും പറഞ്ഞൊരു പാട്ടൊക്കെ പാടിയിട്ടുള്ള പരിപാടി. അതുകൊണ്ട് ഇനിയൊരു യാത്രയില്ല. 4 കൊല്ലം കഴിയുമ്പോൾ നേരത്തെ കാലത്തെ വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെയിനിലേക്കും അർജൻറ്റീനയിലേക്കും നോക്കാം. അതിനു മുമ്പ് ആദ്യം ലയണൽ മെസ്സി ഒടുവിലൊരു അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വിരമിക്കൽ പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു സൂചനകൾ അടങ്ങുന്നത് എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ്. കുറച്ച് വൈകാരികമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ഈ വർഷങ്ങളിലുടനീളം ഏറ്റവും മനോഹരമായത് കിരീടങ്ങൾ മാത്രമായിരുന്നില്ല, ആ യാത്രയായിരുന്നു ഏറ്റവും വിലപ്പെട്ടത്. ഈ ടീമിനൊപ്പം ഓരോ ദിവസവും പങ്കുവച്ച നിമിഷങ്ങളും, ഒരുമിച്ച് പോരാടിയ മത്സരങ്ങളും, പ്രയാസകരമായ സമയങ്ങളിൽ പരസ്പരം താങ്ങായി നിന്നതും, യാത്രയിലെ ഓരോ ചുവടും ആസ്വദിച്ചതും ആണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. എൻ്റെ എല്ലാ സഹതാരങ്ങൾക്കും പരിശീലക സംഘത്തിനും ഈ ദേശീയ ടീം ഒരു കുടുംബമായി തുടരാൻ ഓരോ ദിവസവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നാളെ എന്ത് സംഭവിച്ചാലും ഈ ടീം ഇതിനകം തന്നെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ചരിത്രം എഴുതി കഴിഞ്ഞു. ആ ചരിത്രം ഇനി ആർക്കും മായ്ച്ചു കളയാനാകില്ല. വാമോസ് അർജന്റീന എന്നാണ് വൈകാരികമായി ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ കഥ എന്താണ്, ആ കഥ എന്താണെന്ന് കളി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം ജയിച്ചാലും തോറ്റാലും ഉണ്ടാകുമോ എന്നതാണ്. അർജന്റീന നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരായി കളിക്കാനിറങ്ങിയ ജീവിതത്തിൽ ആദ്യത്തെ നിമിഷത്തിൽ വിജയം കൂടി സ്വന്തമാക്കിയതോടെ മെസ്സിയുടെ ജീവിതത്തിലെയും എല്ലാ നേട്ടങ്ങളും ചവിട്ടുപടികളും കടന്നു കഴിഞ്ഞു. ഇനി ഒരു ഫൈനലിൽ ഒരു വിജയം കൂടി സ്വന്തമാക്കിയാൽ അർജന്റീനയ്ക്ക് ഒരു അധിക കിരീടം, ലോകകപ്പിൻ്റെ ഒരു അധിക കിരീടം സ്വന്തമാക്കി എന്ന നിലയുണ്ടാകും. തോറ്റാലും അവർ എഴുതിയ ചരിത്രം അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. നമുക്ക് ഇന്നത്തെ ഫൈനലിലേക്ക് കടക്കാം. ഈ ഫൈനലിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വശത്ത് 39-ാം വയസ്സിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഈ ലയണൽ മെസ്സി, മറുവശത്ത് സ്പെയിൻ 2010 ലോകകപ്പിന് ശേഷം വീണ്ടും ലോകത്തിൻ്റെ നെറുകയിലെത്താൻ തയ്യാറെടുക്കുന്ന പുതിയ തലമുറ. ലാമിൻ യമാൽ, പെഡ്രി, ഫാബിയൻ, റൂയിസ്, റോഡ്രി തുടങ്ങിയ താരങ്ങളിലൂടെ പഴയ ടിക്കി ടാക്കയുടെ ആത്മാവിനെ പുതിയ വേഗതയുമായി ചേർത്തൊരു ടീം. ഈ ലോകകപ്പിൽ ഒരു ഗോൾ മാത്രം വഴങ്ങിയ ഉറച്ച പ്രതിരോധ കോട്ട. സ്പെയിൻ കളിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പന്ത് കൈവശം വെച്ച് എതിരാളിയെ ഓടിപ്പിക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുക, ചെറിയ പാസുകളിലൂടെ ഇടങ്ങൾ സൃഷ്ടിച്ച് അവസാന നിർണായക പ്രഹരം നൽകാൻ പദ്ധതിയിടുക. അർജന്റീനയോ അവർക്ക് 70% പൊസഷൻ വേണ്ട. മത്സരത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ സ്വന്തമായി കളി മറിക്കും. എതിരാളിയുടെ ഒരു പിഴവ്, ഒരു കൗണ്ടർ അറ്റാക്ക്, ഒരു സെറ്റ് പീസ് അല്ലെങ്കിൽ മെസ്സിയുടെ ഒരു മാന്ത്രിക സ്പർശം കളിയുടെ ചിത്രം മാറും. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ വിദഗ്ധർ ഈ ഫൈനലിനെ ശൈലികളുടെ യുദ്ധം എന്നുകൂടി വിശേഷിപ്പിക്കുന്നത്. ആരാണ് ലോകത്തിൻ്റെ ഫേവറിറ്റ് ഈ ഫൈനലിന് മുന്നോടിയായി? ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുക പ്രയാസമാണ്. ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ നടത്തിയ പരിശോധനയിൽ ലോകകപ്പ് നേടാൻ സ്പെയിനിന് 16.1% സാധ്യതയും അർജന്റീനയ്ക്ക് 10.4% സാധ്യതയുമാണ് കണക്കാക്കിയത്. മറ്റ് കൂടിയ പോയിൻ്റൊക്കെ വേറെ ആളുകൾ കൊണ്ടുപോയി, അവരൊക്കെ നേരത്തെ പുറത്തുപോയി. എന്നാൽ ടൂർണമെൻറ്റ് മുന്നേറിയപ്പോൾ ചിത്രം മാറി. ഫൈനലിന് മുമ്പ് ഒപ്റ്റയുടെ കണക്ക് പ്രകാരം 90 മിനിറ്റിനുള്ളിൽ സ്പെയിൻ കളി ജയിക്കാനുള്ള സാധ്യത 45.1%. അർജന്റീനയ്ക്ക് അത് 29.4% മാത്രം. അധിക സമയത്തേക്കോ പെനാൽറ്റിയിലേക്കോ നീളാനുള്ള സാധ്യത 25.4%. അതായത് സ്പെയിനിന് നേരിയ മുൻതൂക്കമുണ്ട് എന്നർത്ഥം. എന്തുകൊണ്ടാണ് സ്പെയിനിന് മുൻതൂക്കം പ്രവചിക്കുന്നത്? കാരണങ്ങൾ വ്യക്തമാണ്. ഈ ലോകകപ്പിൽ അവർ വെറും ഒരു ഗോൾ മാത്രമാണ് വഴങ്ങിയത്. അവരുടെ മിഡ്ഫീൽഡ് ലോകത്തിലെ ഏറ്റവും നിയന്ത്രിത യൂണിറ്റുകളിൽ ഒന്നായി മാറി. ഫ്രാൻസ് പോലെ അതിശക്തമായ ആക്രമണ നിരയെ നിരപ്പാക്കിയ സെമിയിലെ മത്സരം അത് നമ്മൾ കണ്ടതും ആണ്. എന്നാൽ കണക്കുകൾ മാത്രം ലോകകപ്പ് ജയിപ്പിക്കില്ല. അവിടെയാണ് അർജന്റീനയുടെ പ്രസക്തി. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീമാണ് അർജന്റീന, 19 ഗോളുകൾ. മെസ്സി മാത്രം 8 ഗോളും 4 അസിസ്റ്റും. നിർണായക മത്സരങ്ങളിൽ പിന്നിൽ നിന്ന് തിരിച്ചു വന്ന് ജയിക്കാനുള്ള അവരുടെ കഴിവ് ഏറ്റവും വലിയ ആയുധം. ചുരുക്കത്തിൽ സ്പെയിൻ ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന ടീമാണ്. അർജന്റീന ഈ ലോകകപ്പിൽ ഏറ്റവും അപകടകാരിയായ ടീമാണ്. അർജന്റീനയുടെ യാത്ര അതിശയകരമാണ്. ഓരോ മത്സരവും ഓരോ പരീക്ഷയായിരുന്നു അവർക്ക്. നിലവിലെ ലോക ചാമ്പ്യന്മാരെന്ന പദവിയോടെയാണ് ലയണൽ സ്കലോണിയുടെ ടീം അമേരിക്കയിലെത്തിയത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ എല്ലാ എതിരാളികളുടെയും പ്രധാന ലക്ഷ്യം അർജന്റീനയെ തോൽപ്പിക്കുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 മത്സരവും ജയിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് സെമി വരെ നോക്കൗട്ടുകളിൽ അർജന്റീന അതിജീവിച്ച വെല്ലുവിളികൾ അത്ഭുതകരമായിരുന്നു. അതിനെ ജയിച്ച രീതിയും. എന്നാൽ സ്പെയിനോ നിയന്ത്രണത്തിൻ്റെ പാഠപുസ്തകമായിരുന്നു അവർ. സ്ഥിരതയാർന്ന പ്രകടനം, ഫൈനൽ വരെ എത്തി. സെമിയിൽ ഫ്രാൻസിൻ്റെ മുന്നിലെ കണക്കുകളെപ്പോലും തോൽപ്പിച്ച, പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയ വിജയം. കണക്കുകൾ മാത്രം നോക്കിയാൽ അർജന്റീനയുടെ യാത്രയാണ് കൂടുതൽ കഠിനം. 2 മത്സരങ്ങൾ അധിക സമയത്തേക്ക് നീണ്ടു. ഈജിപ്തിനെതിരെ 2 ഗോളിന്റെ പിന്നിൽ നിന്ന് തിരിച്ചു വന്നു. സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ടിനെയും പോലുള്ള ശക്തരായ എതിരാളികളെ മറികടന്നു.
മറുവശത്ത് സ്പെയിൻ ഓരോ റൗണ്ടിലും സ്വന്തം ശൈലി എതിരാളികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു. ഒരു ഗോൾ മാത്രം വഴങ്ങി ഫ്രാൻസിനെ നിയന്ത്രണത്തിലാക്കി നോക്കൌട്ട് ഘട്ടത്തിൽ അനാവശ്യ നാടകീയതകളോ സംഘർഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ മുന്നേറി. അതുകൊണ്ട് തന്നെ ഈ ഫൈനലിൻ്റെ ഏറ്റവും വലിയ കൗതുകം അതാണ്. വെല്ലുവിളികളെ അതിജീവിച്ച് കരുത്താർജിച്ച അർജന്റീനയാണോ അതോ എതിരാളികളെ നിയന്ത്രിച്ച് മുന്നേറിയ സ്പെയിനാണോ എന്നുള്ള ചോദ്യം. ഈ ലോകകപ്പിൽ അർജന്റീനയും സ്പെയിനും കാഴ്ചവെച്ച കണക്കുകൾ പരിശോധിച്ചാൽ രണ്ട് വ്യത്യസ്ത ഫുട്ബോൾ തത്വങ്ങളെ കാണാൻ കഴിയും. ഒന്ന് ആക്രമണത്തിലൂടെ എതിരാളിയെ കീഴടക്കുന്ന ടീം, മറ്റൊന്ന് പന്ത് കൈവശം വെച്ച് എതിരാളിയെ ശ്വാസം മുട്ടിച്ച് ജയിക്കുന്ന ടീം. ഒരു ടീം കൂടുതൽ ഗോളടിക്കുന്നു, മറ്റേ ടീം എതിരാളികളെ ഗോൾ നേടാൻ അനുവദിക്കുന്നുമില്ല. പൊസഷൻ കണക്കുകൾ മറ്റൊന്നാണ്. രണ്ട് ടീമുകളുടെയും വലിയ വ്യത്യാസങ്ങളുണ്ട്. സ്പെയിൻ ശരാശരി 65 മുതൽ 70% വരെ പൊസഷൻ, ചില മത്സരങ്ങളിൽ 75% മുകളിലുണ്ട്. പന്ത് കൂടുതൽ സമയം അവരുടെ കാലിലായിരിക്കും. അതാണ് അവരുടെ ഫുട്ബോൾ. അർജന്റീനയോ ശരാശരി 54-57% പൊസഷൻ മാത്രം. സ്കലോണിക്ക് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൊസഷൻ കണക്കിൽ ജയിക്കലല്ല, മത്സരം ജയിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ അർജന്റീന പന്ത് എതിരാളിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. ഷോട്ടുകളിലും പാസുകളിലുമൊക്കെ ഈ പ്രവണതയുണ്ട്. പക്ഷേ അർജന്റീനയ്ക്ക് അതൊന്നും പ്രശ്നമല്ല. അവിടെ ഒരു മെസ്സി ഉണ്ട് എന്നതും അവരുടെ ആത്മവിശ്വാസമാണ്. ഈ ലോകകപ്പിൽ മെസ്സിയുടെ സ്വാധീനം അത്ര പ്രധാനമാണ്. കണക്കുകൾ പറയുന്ന വിധി ഗോളടിക്കാനുള്ള കഴിവിൽ അർജന്റീനയ്ക്ക് ചെറിയ മുൻതൂക്കമുണ്ട് എന്നാണ്. പ്രതിരോധത്തിൽ വലിയ മുൻതൂക്കം സ്പെയിനിനുണ്ട് എന്നുമാണ്. പാസ്, പൊസഷൻ, ബിൽഡപ്പ് എന്നിവയിൽ സ്പെയിനിന് മുൻതൂക്കമുണ്ട്. നിർണായക നിമിഷങ്ങളിൽ കളി മാറ്റാനുള്ള കഴിവ് അർജന്റീനയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള വിശകലന വിദഗ്ധർ ഒരു കാര്യം പറയുന്നത്: ഈ ഫൈനലിൽ കണക്കുകൾ കൊണ്ട് മാത്രം പ്രവചിക്കാനാകുന്നതല്ല എന്ന്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധം, മറുവശത്ത് അപകടകാരിയായ ആക്രമണ നിര. അപ്പോൾ ചോദ്യം ഒന്ന് മാത്രം: മതിൽ തകരുമോ? ലോകകപ്പ് ഫൈനൽ എന്നത് മികച്ച താരങ്ങളുടെ പോരാട്ടം മാത്രമല്ല, കോച്ചുമാരുടെ പദ്ധതികൾ കൂടിയാണ്. അർജന്റീനയുടെ ലയണൽ സ്കലോണി, സ്പെയിനിൻ്റെ ലൂയിസ് ഡി ലാ ഫുവൻറ്റ. ഇരുവരും തികച്ചും വ്യത്യസ്തരായ പരിശീലകരാണ്. എന്നാൽ ഒരു സാമ്യമുണ്ട്: ഇരുവരും സ്വന്തം ടീമിനെ കളിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. ജയിക്കാൻ മാത്രമല്ല, സ്കലോണിയുടെ ഫുട്ബോൾ എതിരാളിയെ വായിച്ച ശേഷം പ്രഹരിക്കുക എന്നതാണ്. 2022 ലോകകപ്പ് വിജയത്തിന് ശേഷം സ്കലോണിയെക്കുറിച്ച് ഫുട്ബോൾ ലോകം പറഞ്ഞൊരു കാര്യമുണ്ട്: അദ്ദേഹം ഒരു സിസ്റ്റത്തിൻ്റെ അടിമയല്ല. ഇന്ന് 3 സെൻറ്റർ ബാക്ക്, നാളെ 4, ഒരു മത്സരത്തിൽ 2 സ്ട്രൈക്കർ, അടുത്തതിൽ 5 മിഡ്ഫീൽഡർ. ഓരോ എതിരാളിക്കും ഓരോ പദ്ധതി. അതുകൊണ്ടാണ് അർജന്റീനയെ പ്രവചിക്കാൻ പ്രയാസം. ഫുവൻറ്റയുടെ ശിഷ്യനായി വന്ന് ഇവിടെ കോച്ചായി നിന്ന് ലോകകപ്പ് നേടിയ ആ ലയണൽ സ്കലോണി ഇപ്പോൾ ആ ഫുവൻറ്റയുടെ ടീമിന് എതിരെ മത്സരിക്കുന്ന ടീമിനെ പരിശീലിപ്പിക്കുകയാണ്. മെസ്സിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, അർജന്റീനയുടെ മുഴുവൻ കളിയും ഒരു കാര്യം മനസ്സിൽ വെച്ച് രൂപകൽപ്പന ചെയ്യുക: മെസ്സി എവിടെയാണ് ഏറ്റവും അപകടകാരിയാക്കാൻ കഴിയുക എന്നത്. അതിനുവേണ്ടിയാണ് ഡീപോൾ ഓടുന്നു, എൻസോ പന്ത് വിതരണം ചെയ്യുന്നു, മാക്കലിസ്റ്റർ ഇടങ്ങൾ തുറക്കുന്നു, അൽവാരസ് പ്രതിരോധത്തെ വലിച്ചിഴക്കുന്നു. അപ്പോൾ മെസ്സിക്ക് വേണ്ടത് ഒരു നിമിഷം മാത്രം. അതുകൊണ്ടാണ് മെസ്സി പലപ്പോഴും നടക്കുന്നത് പോലെ തോന്നുക. പക്ഷെ പന്ത് കിട്ടുന്ന നിമിഷം മത്സരത്തിൻ്റെ ചിത്രം മാറും. അൽവാരസിൻ്റെ പ്രസ്സിംഗ് ഈ ലോകകപ്പിൽ ഏറ്റവും വില കുറച്ച് കാണപ്പെട്ട ആയുധമാണ്. അദ്ദേഹം ഗോൾ നേടുന്നു, അതിലുപരി പ്രതിരോധത്തെ സമ്മർദ്ദത്തിലുമാക്കുന്നുണ്ട്. ഗോൾ കീപ്പർ മുതൽ സെൻട്രൽ ബാക്ക് വരെ പന്ത് കൈവശം വെക്കാൻ അനുവദിക്കില്ല. ഇത് സ്പെയിനിനെതിരെ നിർണായകമാകും. കാരണം സ്പെയിൻ പിന്നിൽ നിന്ന് പാസ് ചെയ്ത് കളി കെട്ടിപ്പടുക്കുന്ന ടീമാണ്. പന്ത് നിങ്ങളുടെ കാലിൽ വരില്ല. ഡി ലാ ഫുവൻറ്റ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: ഞങ്ങളുടെ കാലിലായിരിക്കും പന്ത് എന്ന്. അതുകൊണ്ടാണ് അവരുടെ ഫുട്ബോൾ പൊസഷൻ കേന്ദ്രീകരിക്കുന്നത്. ചെറിയ പാസുകൾ, തുടർ ചലനം, സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്ന മിഡ്ഫീൽഡർമാർ, വേഗത്തിലോടുന്ന വിങ്ങർമാർ എന്ന്. പഴയ ടിക്കി ടാക്കയല്ല, പുതിയത്. യമാൽ വലതുവശത്ത് തുടങ്ങും, പിന്നീട് അകത്തേക്ക് വരും, മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങും, അവസാനം ഗോളിന് മുന്നിലെത്തും. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരാൾക്ക് മാത്രം മാർക്ക് ചെയ്യാൻ പറ്റില്ല. നിക്കോ വില്യംസ് സ്പെയിനിൻ്റെ ഏറ്റവും വലിയ വേഗതയാണ്. യമാൽ ഒരു വശത്ത്, നിക്കോ മറുവശത്ത്. ഇരുവരും ഒരേ സമയം ആക്രമിച്ചാൽ ഏത് പ്രതിരോധവും പിളർക്കാൻ സാധ്യതയുണ്ട്. മിഡ്ഫീൽഡിലെ യഥാർത്ഥ യുദ്ധം പലരും കരുതുന്നത് മെസ്സിയും യമാലും തമ്മിലാണ് എന്നാണ്. അതുമാത്രമല്ല, അർജന്റീനയ്ക്ക് ഡീപോൾ, എൻസോ, മാക്കലിസ്റ്റർ. സ്പെയിനിന് റോഡ്രി, പെഡ്രി, ഫാബിയൻ റൂയിസ്. ഈ 6 പേരാണ് ഫൈനലിൻ്റെ ഹൃദയമാകാൻ പോവുക. ഇവരിൽ ആരാണ് പന്ത് കൂടുതൽ സമയം നിയന്ത്രിക്കുക? അതാണ് മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിക്കുക. മെസ്സി എങ്ങനെ തടയും? ഇതാണ് ലോകം ചോദിക്കുന്ന ചോദ്യം. സ്പെയിനിൻ്റെ പരിശീലകൻ ഡി ലാ ഫുവൻറ്റ അതിന് മറുപടി നൽകി കഴിഞ്ഞു: മെസ്സിക്ക് വ്യക്തിഗത മാർക്കിംഗ് ഉണ്ടാകില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്: ഒരിക്കൽ മെസ്സിയെ ഒരാൾ മാത്രം പിന്തുടരാൻ നിയോഗിച്ചു. 70 മിനിറ്റ് വരെ വിജയകരമായിരുന്നു. മാർക്ക് ചെയ്തിരുന്ന കളിക്കാരനെ മാറ്റിയപ്പോൾ മെസ്സി 4 ഗോൾ നേടി. അതിനാൽ സ്പെയിൻ ഇപ്പോൾ സോണൽ ഡിഫൻസും ടീം പ്രസ്സിങ്ങുമാണ് ആശ്രയിക്കുക. അർജന്റീനയുടെ മറുപടിയോ? സ്കലോണിക്കും ഒരു പദ്ധതിയുണ്ട്. യമാലിനെ ഒരാൾ മാത്രം തടയില്ല. ടാഗ്ലിയഫിക്കോ, മാക്കലിസ്റ്റർ, ഡീപോൾ, ആവശ്യമെങ്കിൽ റൊമേറോ, ഇവരൊക്കെ ചേർന്നായിരിക്കും സ്പെയിനിൻ്റെ വലതുവശത്തെ ആക്രമണം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ആരാണ് ഗോൾ നേടുക എന്നുള്ളത് ഫൈനലിൽ നിർണായക ചോദ്യമാണ്. അവർ പന്ത് പിന്നീട് കൂടുതൽ കൈവശം വയ്ക്കും. അപ്പോൾ അർജന്റീനയ്ക്ക് കൂടുതൽ ആക്രമിക്കേണ്ടി വരും. അർജന്റീന ആദ്യം ഗോൾ നേടിയാൽ സ്കലോണി മിഡ്ഫീൽഡ് ശക്തമാക്കും. കൗണ്ടർ അറ്റാക്കിലൂടെ സ്പെയിനെ ശിക്ഷിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ആദ്യ ഗോൾ ഈ ഫൈനലിൻ്റെ ടാക്ടിക്കൽ ദിശ മാറ്റാൻ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ടീമുകൾ ലോകകപ്പ് നേടും, പക്ഷേ ചരിത്രം ഓർക്കുന്നത് ചില മുഖങ്ങളെയാണ്. 86-ൽ മാറഡോണ, 98-ൽ സിദാൻ, 2010-ൽ ഇനിയസ്റ്റ, 2014-ൽ കോട്സെ, 2022-ൽ മെസ്സി, 2026-ൽ
ആരുടെ പേരിലാകും എഴുതപ്പെടുക? ലോകം മുഴുവൻ മെസ്സിയെയും യമാലിനെയും നോക്കുകയാണ്. എന്നാൽ ഫുട്ബോൾ ചരിത്രം പറയുന്ന മറ്റൊന്നാണ്. ഫൈനൽ പലപ്പോഴും മത്സരത്തിൻ്റെ ഗതി മാറ്റിയത് എല്ലാവരും പ്രതീക്ഷിക്കാത്ത മറ്റൊരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഫൈനലിൽ നിർണായകമാകാൻ സാധ്യതയുള്ള ചില താരങ്ങളുണ്ട്. 12 പേരുടെ പേരുകൾ ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ലയണൽ മെസ്സി തന്നെയാണ്. 2 ജൂലിയൻ അൽവാരസ്, നിശബ്ദ കൊലയാളി. 3 എൻസോ ഫെർണാണ്ടസ്, അർജന്റീനയുടെ എഞ്ചിൻ. 4 റോഡ്രിഗോ ഡീപോൾ, കാണാത്ത നായകൻ. 5 എമിലിയാനോ മാർട്ടിനസ്, അവസാന പ്രതീക്ഷ. ഇനി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടന്നാൽ ആദ്യം ഓർക്കുന്ന പേരും എമിലിയാനോ മാർട്ടിനസിൻ്റെതാണ്. 6 ക്രിസ്ത്യൻ റൊമേറോ. സ്പെയിനിൻ്റെ വേഗതയേറിയ ആക്രമണത്തെ തടയാൻ ഏറ്റവും കൂടുതൽ ജോലി റൊമേറോയ്ക്കാണ്. യമാലും നിക്കോ വില്യംസും ഇടയ്ക്കിടെ സ്ഥാനങ്ങൾ മാറും. അതനുസരിച്ച് പ്രതിരോധത്തെ നയിക്കേണ്ടത് റൊമേറോ ആണ്. ഇനി സ്പെയിൻ, ലാമിൻ യമാൽ, പുതിയ ലോകത്തിൻ്റെ രാജകുമാരൻ. 8ാമത്തെയാൾ പെഡ്രി, സ്പെയിനിൻ്റെ തലച്ചോർ. 9 റോഡ്രി, താളം നിയന്ത്രിക്കുന്ന മനുഷ്യൻ. 10 നിക്കോ വില്യംസ്, ഇടിമിന്നൽ വേഗം. 11 ഫാബിയൻ റൂയിസ്, മറഞ്ഞിരിക്കുന്ന ആയുധം. 12 ഗോൾ കീപ്പർ, ഒരു രക്ഷയുടെ ചരിത്രം മാറ്റും എന്ന പ്രതീക്ഷയാണ്. വീണ്ടും ചരിത്രം എഴുതാൻ പോവുകയാണ്. പക്ഷേ ഈ ചരിത്രത്തിന് 2 വഴികളുണ്ട്. ഒന്ന് അർജന്റീനയിലേക്ക്, മറ്റൊന്ന് സ്പെയിനിലേക്ക്. അർജന്റീന ജയിച്ചാൽ മെസ്സിയുടെ കഥ കൂടുതൽ മഹത്തരമാകും. ഫുട്ബോൾ ചരിത്രത്തിൽ മെസ്സിക്കിനി തെളിയിക്കാനുള്ളതൊന്നുമില്ലെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ലോകകപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഓരോ പുതിയ കഥയാണ്. 2022 ലോകകപ്പ് നേടിയപ്പോൾ ലോകം പറഞ്ഞു ഇനി മെസ്സി പൂർത്തിയായി എന്ന്. 26 വീണ്ടും ഫൈനലിലെത്തി. ഇപ്പോൾ വീണ്ടും കപ്പ് ഉയർത്തുമ്പോൾ വെറും 2ാമത്തെ കപ്പ് മാത്രമായിരിക്കില്ല. 3 പതിറ്റാണ്ടുകളിലായി ലോക ഫുട്ബോളിനെ നിയന്ത്രിച്ച ഒരേയൊരു കളിക്കാരൻ എന്ന മഹാസ്ഥാനത്തേക്കെത്തും. 20കാരനായിരുന്ന മെസ്സിയും 39കാരനായിരുന്ന മെസ്സിയും രണ്ടുപേരും ലോകകപ്പ് ഫൈനലിലെത്തിയ അപൂർവത. അതൊരു ചരിത്രമാണ്. സ്കലോണി ഇതിഹാസമാകും. സ്പെയിൻ ജയിച്ചാലോ ഇതൊരു തിരിച്ചുവരവിൻ്റെ മാത്രം കഥയല്ല, പുതിയ സ്പാനിഷ് സാമ്രാജ്യത്തിൻ്റെ പ്രഖ്യാപനമായിരിക്കും. യമാൽ ലോകത്തിൻ്റെ മുഖമാകും. ഇന്ന് ലോകം അദ്ദേഹത്തെ യുവതാരം എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ലോകകപ്പ് നേടിയാൽ അദ്ദേഹം വെറും യുവതാരമല്ല, ലോക ഫുട്ബോളിൻ്റെ പുതിയ മുഖമായി മാറും. പെലെ, മറഡോണ, റൊണാൾഡോ, മെസ്സി ആ നിരയിലേക്ക് വരും. അവരുടെ പിന്നിലെ പുതിയ തലമുറ ആദ്യം പറയുന്ന പേരാകും ലാമിൻ യമാൽ. എന്തായാലും ഫൈനൽ വിസിലിന് അധിക മണിക്കൂറുകളില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകകപ്പിൽ എന്നെ ഏറ്റവും അധികം വിസ്മയിപ്പിച്ച ടീം അർജന്റീനയാണ്. അർജന്റീന ലോകമെങ്ങും ഇങ്ങ് കേരളത്തിൽ വരെ പല നിലയിൽ ആക്ഷേപിക്കപ്പെട്ടു, പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. മെസ്സി അയാളുടെ പ്രസിഡന്റിൻ്റെ പക്ഷപാതിത്വത്തിൻ്റെ പേരിൽ സയനിസ്റ്റ് എന്ന് വിളിക്കപ്പെട്ടു. ടീം മൊത്തം വർണ്ണവെറിയന്മാർ എന്ന് ഒരു വിഭാഗം ആക്ഷേപിച്ചു. നമ്മുടെ ഒരു മലയാളം ചാനൽ പോലും നിരന്തരം വിശകലനം നടത്തി നിഗമനങ്ങൾ അവതരിപ്പിക്കുന്ന കാഴ്ച കണ്ടു. ആരാധകർക്കും അതിൻ്റെ രാഷ്ട്രീയ ലക്ഷണമുണ്ട് എന്ന് വരെ ചിലർ സമർത്ഥിച്ചു. അപ്പുറത്ത് ഇസ്രായേലിനെ ഉണ്ടാക്കിയ അമേരിക്കയോ അതിന് വളംവെച്ചു കൊടുക്കുന്ന ഫ്രാൻസ് മുതൽ ഇങ്ങോട്ടുള്ള ഒരൊറ്റ രാജ്യത്തിൻ്റെ പേരിലുള്ള ടീമിനോ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വെറുപ്പ് ഈ കാര്യത്തിൽ ഈ സമയത്ത് പ്രചരിപ്പിക്കപ്പെട്ടു. USA കളിക്ക് മുമ്പ് അവരുടെ സയനിസമോ സാമന്ത രാജ്യങ്ങളുടെ വരെ ആ സയനിസ്റ്റ് ലക്ഷണമുണ്ടെന്ന് വരെ ഉള്ള ചർച്ചയോ ഒന്നും നമ്മൾ ചർച്ച ചെയ്തില്ല. നേരെ മറിച്ച് എന്ത് കളി വരുമ്പോഴും അർജന്റീന ഓരോ സംഭവങ്ങളിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഈ വിദ്വേഷ ജീവികൾ ഉദ്ദേശിച്ച് നടപ്പാക്കി. എന്നാൽ അതുമാത്രമല്ല, അതിൻ്റെ കാരണം അർജന്റീനയുടെ കളിമികവും തകർന്നു പോകാതെ ഉയർത്തുവന്ന പ്രതിഭകളും കൂടിയായപ്പോൾ എതിർ ആരാധകർ ഈ വിദ്വേഷവാദികൾ ഇട്ടുകൊടുക്കുന്ന അന്നത്തിൽ കൊത്തി. കേരളം ഇതിനു മുമ്പ് ഒരു ലോകകപ്പിലും കണ്ടിട്ടില്ലാത്ത മതവിഭാഗീയ ചിന്തകളിലേക്ക് ഫുട്ബോൾ സ്നേഹികളിൽ ഒരു വിഭാഗത്തെ കടത്തിവിട്ട കഴുകന്മാർക്ക് ഈ കാലം മുതലായി. എന്നാൽ അതിലൊന്നും വീഴാതെ ഫുട്ബോളിൻ്റെ ഇഷ്ടത്തിൽ മാത്രം നിന്നു എന്നതിൽ എനിക്ക് ഏതായാലും ആഹ്ലാദമുണ്ട്. നിങ്ങൾക്കുണ്ടാവുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫൈനലിലേക്ക് കടക്കുമ്പോഴും ഈ സന്തോഷം ഉള്ളിലുണ്ടാവും. അതിജീവനത്തിൻ്റെ ഫുട്ബോൾ നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുന്ന അർജന്റീനയും മെസ്സിയും കൂട്ടരും നമ്മുടെ ഇഷ്ടം കൂട്ടിയിട്ടേ ഉള്ളൂ. ടീമിനോടുള്ള ഇഷ്ടത്തിനപ്പുറത്ത് കളിയാസ്വാദനം കൂടിയായപ്പോൾ ഈ ലോകകപ്പ് കംപ്ലീറ്റ് എൻ്റർടൈനർ ആയിരുന്നു. മറ്റെവിടെ നിന്നും കിട്ടാത്ത സന്തോഷത്തിൻ്റെ കാലം. അതുകൊണ്ട് വ്യക്തിപരമായൊരു ഇഷ്ടം കൂടി പറയാം. അർജന്റീന ജയിച്ചാൽ കൂടിയതും വ്യത്യസ്തമായതുമായൊരു സന്തോഷം എനിക്കുണ്ടാവും. സ്പെയിൻ ജയിച്ചാലും സന്തോഷക്കുറവുണ്ടാകില്ല. അവിടെയും ഫുട്ബോൾ ജയിക്കുന്ന കൂടിയ സന്തോഷം ഉണ്ടാകും. ആത്യന്തികമായി ജയിക്കുക വിദ്വേഷമല്ല, ഫുട്ബോളാണ് എന്ന് മറ്റേ ചങ്ങായിമാർ കളി കഴിഞ്ഞാലെങ്കിലും മനസ്സിലാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം.